അസ്സലാമലൈക്കും അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഉഴുന്ന് ദോശയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മൾ പച്ചരി വെച്ചിട്ടല്ലേ ഉഴുന്ന് ദോശ ഉണ്ടാക്കാറ്. എന്നാൽ പച്ചരി ഇല്ലാതെ ബസ്മതി റൈസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല സോഫ്റ്റായിട്ടും ക്രിസ്പി ആയിട്ടും ഒക്കെ ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ അച്ചൂസ് ടൈം എന്ന ചാനൽ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം തന്നെ നമ്മൾ തലേ ദിവസമോ അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂറോ ആ ഒരു ബസ്മതി റൈസും പിന്നെ ഉഴുന്നും കുതിർത്തെടുക്കുന്നുണ്ട്. ഉഴുന്നിൽ നമ്മൾ ഒരിത്തിരി ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് ആദ്യം നമ്മൾ ഉഴുന്നാണ് അരച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഉഴുന്നും ഉലുവയും നന്നായിട്ട് കഴുകിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഉഴുന്ന് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഈ ഒരു ഉഴുന്ന് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ അരച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴെപ്പോഴും കുറച്ചധികം വലുപ്പമുള്ള പാത്രം എടുക്കുക. കാരണം ഇത് നമ്മൾ മാവ് പൊങ്ങി വരണമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വലുപ്പമുള്ള പാത്രം എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഉഴുന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു സെയിം മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ബസ്മതി റൈസും കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എത്രയാണോ നമ്മുടെ അരി ഉള്ളത് അത്രയും പകുതിയാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഡ്ഡലിക്കാണ് നമ്മൾ അരച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ദോശ ആയതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ ദോശക്ക് അരക്കുമ്പോൾ നമ്മൾ ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരി അരക്കേണ്ടതില്ല. ചെറിയ രീതിയിൽ തരിതരിയോട് കൂടിയിട്ട് അരച്ചെടുത്താൽ മതിയാകും. ഇനി ഇത് ആ ഒരു ഉഴുന്ന് അരച്ചതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആ ഒരു ദോശക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമ്മൾ കൈവച്ചിട്ട് തന്നെ നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഫെർമെൻറ്റേഷൻ നടന്നോളും. മാവ് നല്ലോണം പൊങ്ങി വരണമല്ലോ. അപ്പോൾ അതിനായിട്ട് കൈവച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് ഓവർനൈറ്റാണ് വെക്കുന്നത്. രാത്രി അരച്ചിട്ടിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ചൂടുള്ള സ്ഥലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നോളും. ഇനിയിപ്പോൾ തണുപ്പുള്ളപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ ആ ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് നമ്മൾ ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നോളും. ഇനി ഈ ഒരു മാവ് നല്ലോണം പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ ദോശക്കല്ലിൽ ഇട്ടിട്ട് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ദോശക്കല്ലിൽ എണ്ണ പുരട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കണ്ടില്ല, ആ ഒരു കല്ലിൽ ഒട്ടിപ്പിടിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനി വീട്ടിൽ പച്ചരി ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഉഴുന്ന ദോശ ഉണ്ടാക്കാതിരിക്കേണ്ട. നമ്മുടെ കയ്യിൽ ബസ്മതി റൈസ് ഉണ്ടെങ്കിൽ നമുക്ക് അതേ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ഉഴുന്ന ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം ആ ഒരു ദോശക്കല്ലിൽ ഇട്ടിട്ട് മൊരിച്ചെടുത്താൽ മതി. നല്ല ഗീയോ വെളിച്ചെണ്ണയോ ഒക്കെ ഒഴിച്ചിട്ട് നല്ലോണം അങ്ങ് മൊരിച്ചെടുത്താലും മതി. നമുക്ക് ചൂട് സാമ്പാർ, ചട്നി, പരിപ്പ് കറി ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായിട്ടുള്ളൊരു ഉഴുന്ന ദോശയുടെ റെസിപ്പിയാണിത്. ഇനി ഇതുവരെയായിട്ടും ബസ്മതി റൈസ് വെച്ചിട്ട് ആരെങ്കിലും ഇതുപോലെ ദോശ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമലൈക്കും.